അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫോറൻസിക്കിന് ശേഷം അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ സംവിധാനം ചെയ്തുകൊണ്ട് ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ ക്രൈം ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. മിസ്റ്റീരിയസായി നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ അന്വേഷിക്കാൻ വരുന്ന വിനയ് റായുടെ കഥാപാത്രമായ അലൻ ജേക്കബും ഇതിന്റെ വിറ്റ്നസ്സായി വരുന്ന തൃഷയുടെ കഥാപാത്രമായ അനീഷയും ഇവരെ രണ്ടുപേരെയും സഹായിക്കാനെത്തുന്ന ടൊവിനോ തോമസിന്റെ കഥാപാത്രമായ ഹരൺ ശങ്കറും എങ്ങനെ ഈ കൊലപാതകം ചുള്ളയക്കുന്നു എന്നതാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ ആയിട്ട് വരുന്നത്. സിനിമ തുടങ്ങി ഒട്ടും വൈകാതെ തന്നെ കോർ തീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പ്രധാന കഥാപാത്രങ്ങളെല്ലാവരെയും വളരെ പെട്ടെന്ന് തന്നെ കാണിച്ച് അവർക്കിടയിലെ ഇന്നർ കോൺഫ്ലിക്റ്റിനെയും മെഡിക്കൽ ടേംസിനെയും അതുപോലെ തന്നെ അവർക്കിടയിലെ ഇമോഷണൽ ബോണ്ടിങ്ങിനെയും വളരെ നല്ല തന്നെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം സിനിമ ഒരു കാറ്റ് ആൻഡ് മൗസ് ത്രില്ലറിലേക്ക് മാറുകയും ഫസ്റ്റ് ഹാഫ് വരെ അതിനെ നല്ല തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വെക്കാനും ഡയറക്ടേഴ്സായ അഖിൽ പോളിനും അനസ് ഖാനിനും വളരെ വ്യക്തമായി തന്നെ സാധിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ പ്രേക്ഷകനെ ഒരുപടി മുകളിൽ നിന്ന് ചിന്തിക്കുന്ന രീതിയിലായിട്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങും അവയുടെ സ്റ്റേജിങ്ങും അവയുടെ എക്സിക്യൂഷനും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫിലേക്കുള്ള എന്നിലെ പ്രതീക്ഷയും ഫസ്റ്റ് ഹാഫ് വരെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാറ്റ് ആൻഡ് മൗസ് ത്രില്ലറായി ഫസ്റ്റ് ഹാഫ് വരെ നല്ല തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി പോയ സിനിമ എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഒരു സർവൈവൽ ജോണറിലേക്ക് മാറുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഡംപിങ്ങും പിന്നീട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത സീനുകളാലും സിനിമ കുറച്ചുകൂടി ഡ്രാഗ് ആവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലെ ആ ഒരു 10 to 15 ഡ്രാഗിങ് സീൻ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിനോടടുത്ത് ഒരു 30 to 35 മിനിറ്റ്സ് വീണ്ടും ഫസ്റ്റ് ഹാഫിലേതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പേസിങ് വീണ്ടെടുക്കുകയും അവയെല്ലാം നല്ല രീതിയിൽ തന്നെ എൻഗേജിംഗ് ആയി കൊണ്ടുപോകാനും ഡയറക്ടേഴ്സിനും പെർഫോമൻസിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തു വച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ പോലും അവയെല്ലാം ആക്ടേഴ്സ് പെർഫോം ചെയ്ത രീതിയാണെങ്കിൽ പോലും മലയാള സിനിമയിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടെററിനിൽ ഷൂട്ട് ചെയ്തു എന്ന രീതിയിലാണെങ്കിൽ പോലും സിനിമ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സ് വരെ അത് നല്ല തന്നെ കൊണ്ടുപോകാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വിനയ് റായ് ചെയ്ത അലൻ ജേക്കബ് എന്ന കഥാപാത്രം അദ്ദേഹം ഇതിനു മുന്നേ ചെയ്ത കഥാപാത്രങ്ങളുമായി ചെറിയൊരു സാമ്യത തോന്നിയെങ്കിൽ പോലും ഒട്ടും മോശമാകാതെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ അദ്ദേഹം പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന അനീഷ എന്ന കഥാപാത്രമായി തൃഷ ഒട്ടും ആർട്ടിഫിഷ്യൽ ആക്കാൻ നിൽക്കാതെ വളരെയധികം കൺവിൻസിംഗ് ആയി തന്നെ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവസാനമായി ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നു പോകുന്ന ഹരൺ ശങ്കർ എന്ന സ്കെച്ച് ആർട്ടിസ്റ്റായി ടൊവിനോ തോമസ് ഒരേ സമയം മെന്റലിയും ഫിസിക്കലിയും നല്ല തന്നെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി മാറ്റിവെച്ചതായിട്ടാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫറായ യാനിക് ബെന്നിന്റെ കുറച്ചധികം കോംപ്ലക്സ് ആയ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീക്വൻസുകളിലെല്ലാം ടൊവിനോ തോമസ് എന്ന ആക്ഷൻ പെർഫോമറിനെയാണ് ക്ലൈമാക്സ് സീക്വൻസുകളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവയെല്ലാം വളരെയധികം എഫേർട്ട്ലെസ് ആയി അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തതായും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവരെ കൂടാതെ അർച്ചന കവി, ഷമ്മി തിലകൻ, അജു വർഗീസ്, മന്ദിര ബേദി എന്നിവരും സിനിമയിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി വളരെയധികം ടോപ്പ് നോച്ച് ആയ ഒരു ടീമാണ് സിനിമയിലുടനീളം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അഖിൽ ജോർജിന്റെ വളരെ വ്യത്യസ്തമായ ഒരു കളക്ടർ സമ്മാനിക്കുന്ന സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ പോലും ചമൻ ചാക്കോയുടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണെങ്കിൽ പോലും സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സമ്മാനിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് പ്ലസ് BGM ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഒട്ടും മോശമാക്കാതെ സിനിമയ്ക്ക് നല്ല തന്നെ സഹായകമാകുന്ന രീതിയിലാണ് അവയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ക്ലൈമാക്സ് സീക്വൻസുകളിൽ ഉപയോഗിച്ചിട്ടുള്ള VFX ഷോട്ടുകളാണെങ്കിൽ പോലും അവയെല്ലാം സ്റ്റേജ് ചെയ്ത രീതിയാണെങ്കിൽ പോലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻ കൺക്ലൂഷൻ ഫസ്റ്റ് ഹാഫിൽ നല്ല തന്നെ ഒരു കാറ്റ് ആൻഡ് മൗസ് ത്രില്ലറായി പോയിക്കൊണ്ടിരുന്ന സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഇൻഫർമേഷൻ ഡംപിംഗ് സീനുകൾ കൊണ്ടും അതോടൊപ്പം തന്നെ ജോണർ ഷിഫ്റ്റ് നടത്തിയത് കൊണ്ടും കുറച്ചധികം ഡ്രാഗ് ആയെങ്കിൽ പോലും ക്ലൈമാക്സ് പോർഷനിലേക്ക് ആ ഒരു പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരികയും നല്ലൊരു തന്നെ അവസാനിപ്പിക്കുകയും ചെയ്ത നല്ലൊരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് ഐഡന്റിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അവയെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.